എൻ്റെ അനുഭവത്തിൽ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്, എവിടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ചാനലിലല്ല, എഴുതിയിട്ടുണ്ട്. പല പ്രസംഗങ്ങളിലും ഞാനത് ആ ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു വേദന ഞാൻ പറയാറുണ്ട്, പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ. അതായത് ഞാൻ 5ൽ പഠിക്കുമ്പോഴാണ് എന്നാണ് എൻ്റെ ഓർമ്മ, അഖില കേരള ബാലജനസഖ്യം ഓൾ കേരള അടിസ്ഥാനത്തിലൊരു മോണോ ആക്ട് മത്സരം നടത്തി. അന്ന് മിമിക്രി ഇല്ല, മോണോ ആക്റ്റാണ്. ഞാനന്ന് കലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്, 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്, അതിൻ്റെ UP സെക്ഷനിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അന്ന് എറണാകുളം YMCAയിലായിരുന്നു കലാമത്സരങ്ങൾ. അപ്പോൾ ഞാൻ, എൻ്റെ വാപ്പയ്ക്ക് അന്ന് പുല്ലേപ്പടിയിൽ തുണിക്കടയാണ്, ഞാനാണ് വാപ്പയ്ക്ക് ചോറ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചോറ് കൊണ്ടുപോകുന്ന വഴിക്ക് ഞാനവിടെ ആ മത്സരത്തിന് സ്കൂളിൽ നിന്ന് ലെറ്ററൊക്കെ വാങ്ങിച്ചിട്ടാണ് പേര് കൊടുത്തത്, എൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടിയാണ്. പക്ഷേ എനിക്ക് അവിടെ പോകാൻ പറ്റില്ല, എന്നെ വീട്ടിൽ നിന്ന് വിടില്ല. ഇതിനൊക്കെ പോകുന്നു എന്ന് പറഞ്ഞാൽ അടി ഉറപ്പാണ്. അപ്പോൾ വാപ്പയ്ക്ക് ചോറ് കൊണ്ടുപോകുന്ന അന്ന് ഞാൻ കുറച്ച് നേരത്തെ ചോറുമായിട്ട് നേരത്തെ പോകണം, എനിക്കിന്ന് നേരത്തെ തിരിച്ചു വരണം, എനിക്ക് സ്കൂളിൽ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടി ഉമ്മ എനിക്ക് നേരത്തെ വാപ്പയ്ക്കുള്ള ചോറ് തന്നു വിട്ടു. ആ ചോറ്റുപാത്രവുമായിട്ടാണ് ഞാൻ മോണോ ആക്ട് മത്സരത്തിന് അഖില കേരള ബാലജനസഖ്യത്തിൻ്റെ ആ മത്സരത്തിൽ ഞാൻ YMCAയിൽ പങ്കെടുക്കുകയും അന്ന് എനിക്ക് 1ാം സമ്മാനം കിട്ടുകയും ചെയ്തു. അപ്പോൾ വാപ്പയുടെ ചോറ്റുപാത്രവുമായിട്ടാണ് ഞാൻ മത്സരത്തിന്, ആ ചോറ്റുപാത്രം ഒരു മൂലയിൽ വെച്ചിട്ടാണ് ഞാൻ മോണോ ആക്ട് നടത്തുകയും അത് കഴിഞ്ഞിട്ട് ഓടി ചോറ്റുപാത്രം എടുത്തിട്ട് മത്സര റിസൾട്ടൊന്നും അറിയാനൊന്നുമില്ല, നേരെ വാപ്പയുടെ കടയിലേക്ക് വരികയും വാപ്പ ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രം എടുത്തിട്ട് വീണ്ടും YMCAയിലേക്ക് ഓടി. അപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരവിടെ കാത്തു നിൽക്കുകയാണ്. ഞാൻ ചെല്ലുമ്പോഴേക്കും പറഞ്ഞു, നിനക്കാണ് 1ാം സമ്മാനം. എനിക്കത് വിശ്വസിച്ചു, അത് അനൗൺസ് ചെയ്യണമെന്ന് ഞാൻ കേട്ടില്ല. അപ്പോൾ എനിക്ക് 1ാം സമ്മാനം കിട്ടി. അതിനുശേഷം നവംബർ 14 ശിശുദിനത്തിൽ എറണാകുളം ചിൽഡ്രൻ പാർക്കിൽ വെച്ചിട്ടാണ് എനിക്കന്ന് സമ്മാനം തന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് അത് പത്രത്തിലൊക്കെ വന്നു. അങ്ങനെ ആ സമ്മാനം ഞാൻ സ്കൂളിൽ കൊണ്ടുവന്നു, ഹെഡ് മാസ്റ്ററെ കാണിച്ചു. ഹെഡ് മാസ്റ്റർ അത് വാങ്ങിച്ച് വെച്ചിട്ട് പറഞ്ഞു, അടുത്ത ദിവസത്തെ അസംബ്ലിയിൽ നമുക്കിത് അനൗൺസ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അസംബ്ലിയിൽ സാറ് എന്നെ വിളിപ്പിച്ചു. അപ്പോൾ ഞാൻ ഈ അസംബ്ലിയിൽ ഈ ആദ്യത്തെ പ്രയറിന് വേണ്ടിയിട്ട് വരാന്തയിൽ അധ്യാപകരെ നിരന്ന് നിൽക്കുകയും അവിടെ ഒരു മൈക്ക് വെച്ചിട്ട് ഒരാൾ നമ്മളുടെ ഈ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും നമ്മളൊക്കെ ചൊല്ലുകയും ചെയ്യുന്നതാണല്ലോ അസംബ്ലി. അത് കഴിഞ്ഞിട്ട് നാഷണൽ ആന്തം പാടിയാണ് പിരിയുക. അതിന് മുൻപ് ഇത് നമ്മളുടെ പ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ ഹെഡ് മാസ്റ്റർ വന്ന് പറഞ്ഞു, നാഷണൽ ആന്തം പാടുന്നതിന് മുൻപ് നമ്മുടെ സ്കൂളിലെ ഒരു വിദ്യാർത്ഥി, 5ാം ക്ലാസ് വിദ്യാർത്ഥി സിദ്ദിഖ് KI അഖില കേരള അടിസ്ഥാനത്തിൽ ബാലജനസഖ്യം നടത്തിയ മോണോ ആക്ട് മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്, ആ കുട്ടിയെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി കൈയടിച്ചു, ഞാൻ അങ്ങനെ കയറി വന്നു. അപ്പോൾ ആ നിമിഷമൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണ്. സ്കൂളിൽ ഞാൻ അറിയപ്പെടുകയാണ്. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, അന്ന് സമ്മാനം കിട്ടിയ ആ പെർഫോമൻസ് ഇവിടെ കാണിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാണിക്കാമെന്ന് പറഞ്ഞിട്ട് മൈക്ക് വെച്ചിട്ട് ഞാനതങ്ങനെ കാണിച്ചു. കുട്ടികളെല്ലാവരും ഓർത്തു ചിരിച്ചു. അവസാനം എനിക്ക് സമ്മാനവും തന്നു, ആ ട്രോഫി ഹെഡ് മാസ്റ്ററോട് വെച്ച് വീണ്ടും തന്നു. അവിടെ നിന്ന് കിട്ടിയ ആ ട്രോഫി ഒരു പ്രാവശ്യം കൂടി തന്നു, ഞാനതും വാങ്ങിച്ചു. കുട്ടികൾ കൈയടിക്കുമ്പോൾ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ വരിവരിയായി നിൽക്കുന്ന എൻ്റെ സ്കൂളിലെ അധ്യാപകർ നിൽക്കുന്നുണ്ട്, ടീച്ചേഴ്സ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ക്ലാസ് ടീച്ചർ നിൽപ്പുണ്ട്. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ടീച്ചർ പറയുന്നത് എനിക്ക് കേൾക്കാം, ഈ കോമാളിത്തരം കാണിക്കാൻ കൊള്ളാം, വേറെ എന്തിനു കൊള്ളാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കയ്യടിയുടെ ഇടയിലും അല്ലെങ്കിൽ ഇത്രയും പ്രോത്സാഹനത്തിൻ്റെ ഇടയിലും എൻ്റെ കാത് കേട്ടത് ആ ഒരു ചെറിയ കമൻ്റാണ്. അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു. ഇത്രയും പേര് നല്ലതാണ് പറയുന്നത് കൈയടിച്ചെങ്കിലും ആ ഒരു നെഗറ്റീവ് കമൻ്റാണ് എന്നെ ഇത് ബാക്കി എല്ലാവരും എനിക്ക് നിഷ്ഫലമായി. ഇപ്പോൾ എൻ്റെ ടീച്ചർ അങ്ങനെ പറഞ്ഞത് ഞാൻ ഒരുപാട് വേദനിച്ചു. ടീച്ചർ അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ആയിരിക്കില്ല, ഞാൻ അങ്ങനെ പഠിക്കാൻ വലിയ മിടുക്കനുമല്ല, പക്ഷെ ഞാൻ ജയിക്കുമ്പോൾ പോലും എൻ്റെ അധ്യാപകർ പലരും പറയുന്നത് ഞാൻ കോപ്പി അടിച്ചിട്ട് ജയിക്കുന്നതാണ്. കാരണം എനിക്ക് അധികം പ്രാവശ്യം വായിക്കേണ്ട, ഒരു പ്രാവശ്യം വായിച്ചാൽ എനിക്ക് കാണാൻ ഭയങ്കര ഓർമ്മശക്തിയാണ്. ഞാൻ പഠിക്കില്ല, പക്ഷേ പരീക്ഷയുടെ തലേദിവസം ഞാൻ വെറുതെ ഒന്നെടുത്ത് വെച്ച് വായിച്ചു നോക്കിയാൽ എനിക്ക് ഓർമ്മയുണ്ടാവുമല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളുള്ളത് കൊണ്ട് ക്ലാസ്സിൽ വരാത്ത, ക്ലാസ്സിൽ ഇരിക്കാത്ത, ക്ലാസ്സിൽ പഠിക്കാത്ത ഒരാൾ എല്ലാ പരീക്ഷയിലും കറക്റ്റായിട്ട് ജയിക്കും. അപ്പോൾ ഞാൻ കോപ്പി അടിച്ചിട്ട് ജയിക്കുന്നു എന്നാണ് അവരുടെയൊക്കെ ധാരണ. അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എൻ്റെ ഒരു പവറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമാ പ്രവർത്തകനാണ് ഞാൻ തിരിച്ചാരോടും പ്രതികരിക്കാറില്ല. അറ്റാക്ക് ചെയ്യപ്പെടുമ്പോഴോ എൻ്റെ സിനിമയെ കുറ്റം പറയുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ സിനിമ കൊള്ളില്ല എന്ന് പറയുമ്പോഴോ ഒക്കെ ഞാൻ ചിരിക്കുകയാണ് പതിവ്. കാരണം അത് കാലമാണ് തെളിയിക്കേണ്ടത്. അങ്ങനെ
ഇഷ്ടപ്പെട്ട ചിത്രങ്ങളാണ് റാംജി റാവുവും ഗോഡ് ഫാദറും ഒക്കെ. ഗോഡ് ഫാദർ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത ആദ്യ ആഴ്ചകളിൽ എറണാകുളത്ത് നിരന്തരമായ കൂക്കായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നാരും വിശ്വസിക്കില്ല. കൂകുകയായിരുന്നു അക്ഷരാർത്ഥം. കേരളത്തിൽ എവിടെയില്ല, എറണാകുളത്ത് മാത്രം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൂകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അടുത്ത ഘട്ടം വന്ന് ഈ ബോഡി ഗാർഡ് എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ ഒരു ഗ്രൂപ്പ് നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ വളരെ ഈസി ആയിട്ടാണ് എടുക്കുന്നത്. അതിനെയൊക്കെ ഓവർകം ചെയ്ത് വരണമെങ്കിൽ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വേണം. സത്യം നല്ലത് എൻ്റെ സിനിമയിലുണ്ടെങ്കിൽ അത് വിജയിക്കും. ചീത്ത ഉണ്ടെങ്കിൽ പിന്നെ ആളുകൾ കൈയടിച്ചിട്ടൊന്നും കാര്യമില്ല. ചീത്തയാണെങ്കിൽ കൂകിയാൽ കൂകിയത് തന്നെയാണ്, അതിനകത്തൊന്നുമില്ല. പിന്നെ നല്ലതിനെ നോക്കി കൂകിയിട്ടും കാര്യമില്ല. നല്ലതാണെങ്കിൽ അത് തെളിഞ്ഞു വരും എന്നുള്ളത്. ചീത്തയാണെങ്കിൽ അതങ്ങനെ അങ്ങ് ഇല്ലാതായിക്കോളും. അങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുക, സമാധാനിക്കുക. അല്ലാതെ ഇതിനൊന്നും വേറെ മറുമരുന്നൊന്നും ചെയ്യാനില്ല. നമ്മൾ വാശി പിടിച്ചിട്ട് നമ്മൾ തിരിച്ച് അവരോട് റിയാക്ട് ചെയ്യുകയല്ല വേണ്ടത്. നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തുകൊണ്ടേയിരിക്കുക. കൂവുകയും കൈയടിക്കുകയും ചെയ്യേണ്ടത് കുറേ ആളുകളുടെ ജോലിയാണ്, അത് നമ്മുടെ ജോലിയല്ല. അതിനെ റിയാക്ട് ചെയ്യേണ്ടത് നമ്മളല്ല എന്നാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്.